അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കാന്തപുരം ഉസ്താദ് ലോകം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്കോ മുസ്ലിം ഉമ്മത്ത് ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് വഹാബി കള്ളനാണയങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടു നോക്കുക, ഒരു വാട്സപ്പ് വീഡിയോ കണ്ടല്ലോ. കാന്തപുരം ലോകം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് ജാഗ്രത. എന്നിട്ട് തലപ്പാവുകാരൻ, ആ തലപ്പാവ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ ഷെയ്ഖാണെന്ന്, തനി വഹാബിയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് പരിശോധിക്കാം. വഹാബി മോനും കൂടി തയ്യാറായിരിക്കുകയാണ്. രണ്ടുപേരും അവര് കൃത്യമായി നെയ്യത്തൊക്കെ വെച്ച് സമൂഹത്തെ ചൂഷണം ചെയ്തതാ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. കണ്ടല്ലോ. അപ്പൊ വന്ദ്യരായ കാന്തപുരം ഉസ്താദിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് മകൻ ഒരു രോഗിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ കാന്തപുരം ഉസ്താദ് ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞതാ. ഇതാണ് വിഷയം. എന്നിട്ട് ഇതിനെ പൊക്കി പിടിച്ചുകൊണ്ട് വഹാബി മൗലവിമാര് പറയാണ്, കണ്ടോ കാന്തപുരം ഉസ്താദ് ലോകം നിയന്ത്രിക്കുന്നുണ്ട്. എന്തൊരു വിഡ്ഢികളാണ്. വെറുതെ അല്ല, ഈ വഹാബിസത്തിലേക്ക് പോയാൽ അവരെ സംബന്ധിച്ച് മതയുക്തിവാദി എന്ന് പറയുന്നത്, നമ്മുടെ ജാമിദ ചേച്ചി പറഞ്ഞല്ലോ, യുക്തിവാദികൾക്ക് വളക്കൂറുള്ള മണ്ണ് അത് വഹാബിസമാണെന്ന് പറഞ്ഞല്ലോ. അത് വളരെ കറക്റ്റാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്താ ഇവിടെ പ്രശ്നം? എന്നിട്ട് ഈ കാണുന്ന ഈ വഹാബി മൗലവി വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം. അവസ്ഥ അപ്പോ പിന്നെ ഒന്നും വേണ്ട നമ്മൾ പറഞ്ഞാൽ ഇല്ലാതാകും എന്ന് പറഞ്ഞ ആളാണ് ഈ മാസങ്ങളോളം പോയി ഹോസ്പിറ്റലിൽ കിടന്നത്. സ്വന്തം അസുഖം വരുമ്പോ അത് വേണ്ട എന്ന് പറയുന്ന സാഹചര്യം ആൾക്ക് പറ്റിയില്ല. ആ അസുഖത്തിന് പിന്നെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. കണ്ടല്ലോ, സ്വന്തം അസുഖം ഉണ്ടായപ്പോ മാസങ്ങളോളം ഹോസ്പിറ്റലൈസ്ഡ് ചെയ്ത ആളല്ലേ കാന്തപുരം ഉസ്താദ്. എന്നിട്ട് ആ ഉസ്താദാണ് മറ്റുള്ളവരെ രോഗം മാറ്റി കൊടുക്കുന്നത്. അല്ല, നിങ്ങളെ തലക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മോചിതത്ത് കൊണ്ട് എത്രയോ ആളുകൾ രോഗങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മുത്തുനബി വഫാത്തായില്ലേ, മുത്തുനബിക്ക് രോഗം വന്നില്ലേ? അതുപോലെ അപ്പൊ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് രോഗിയാവട്ടെ, രോഗിയാവാതിരിക്കട്ടെ, അള്ളാഹു തആല ഉസ്താദിനിക്ക് പൂർണ്ണമായ ശിഫ നൽകട്ടെ. ആ ഉസ്താദ് പറയാണ്, നിന്റെ രോഗം മാറട്ടെ എന്ന് അള്ളാഹനെ തവക്കുലാക്കി പറഞ്ഞ മുഅ്മിനീങ്ങൾ പറഞ്ഞാൽ നടക്കുമെന്ന് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലേ? അപ്പൊ കാന്തപുരം ഉസ്താദ് ഒരു മുഅ്മിനായ മനുഷ്യനല്ലേ, ഒരു പണ്ഡിതല്ലേ? ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ളാഹി തങ്ങൾ എത്രയോ ആളുകൾക്ക് നിനക്കിനി പനി വേണ്ട, നിനക്ക് രോഗം വേണ്ട എന്ന് പറയുമ്പോൾ ആ രോഗം മാറുകയാണ്. അത് നിങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമല്ല, അതിൽ അനുഭവസ്ഥര് സാക്ഷ്യപ്പെടുത്തുന്ന വിഷയങ്ങളാ. നിങ്ങൾ 2-3 ആൾ അത് ഉണ്ടാവൂല, അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് യുക്തിവാദികൾക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ ബോംബെയിൽ സൈക്കിൾ ഇറങ്ങിയപ്പോ നമ്മുടെ നാട്ടിൽ അത് ബോംബെയിൽ പോയ ആള് നാട്ടിൽ വന്നിട്ട് പറയാണ്, എടാ അത്ഭുതം കണ്ടു ഞാൻ, വലിയ അത്ഭുതം കണ്ടു. എന്താ അത്ഭുതം? 2 വട്ടം, പേര് ഇദ്ദേഹത്തിന് പറയാൻ കഴിയൂല, 2 റിങ്, 2 വട്ടം അതിങ്ങനെ നിൽക്കുക. അപ്പൊ ഇയാൾക്ക് അസുഖം തുടങ്ങി. 2 റിങ് സ്വന്തമായി നിൽക്കോ? അതിന്റെ മുകളിൽ ഒരു വടി, ഒരു 2 റിങ്ങിന്റെ മുകളിൽ ഒരു വടി, ആ വടിന്റെ മുകളിൽ ഒരാൾ കയറി ഇരിക്കുക, എന്നിട്ട് ഓടിപ്പോകുക. ഇത് ഉണ്ടാകോ ഇവന്റെ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോ? പക്ഷെ സൈക്കിൾ ഇവിടെ പ്രായോഗികമല്ലേ, നമ്മൾ കാണുന്ന വിഷയമല്ലേ? അപ്പൊ നിങ്ങളെ ബുദ്ധിക്ക് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ ലോക മുസ്ലിമീങ്ങളെ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറക്കാൻ മാത്രം ഇത്രയും വിഡ്ഢികളാണോ നിങ്ങൾ? ഉളുപ്പില്ല എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക, അത് സ്വഹാബത്തിങ്ങളിലൂടെ ഇമാമിയങ്ങൾ ഇന്നും നമ്മുടെ പണ്ഡിതന്മാർ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് പിഴക്കേണ്ടി വരില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. ആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.